എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി എഗ് സ്റ്റിർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ബ്രോക്കലി എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്. സൂപ്പർ ഫുഡുകളുടെ കാറ്റഗറിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. കാലറി വളരെ കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രോക്കലി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ബ്രോക്കലി എന്ന് പറയുമ്പോൾ ഇതിൽ പുഴുവൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം അതിലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രോക്കലി ഓൾറെഡി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ബ്രോക്കലി മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 ടൈപ്പ് ബ്രോക്കലി സാലഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി തന്നെയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുറിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒന്നും അളവ് കൂടിപ്പോണ്ട, ഇത്ര തന്നെ മതി, കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. പക്ഷേ ഒരുപാട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ഇത് മതി. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. സവാള നമുക്ക് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി തന്നെ വന്നാൽ മതി. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ചുമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരും വേണം. അതോടൊപ്പം സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരും വേണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ബ്രോക്കലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രോക്കലി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുക്കിംഗ് ടൈമുള്ള ഒരു വെജിറ്റബിൾ അല്ല. ബ്രോക്കലി ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബ്രോക്കലി നമുക്ക് കുക്ക് ചെയ്തെടുക്കാതെ പച്ചയ്ക്കും കഴിക്കാവുന്നൊരു വെജിറ്റബിൾ തന്നെയാണ്. പക്ഷേ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചൊക്കെ കഴിക്കുക. പുഴു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ടില്ലേ, സവാള കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രോക്കലി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും. കണ്ടില്ലേ, ഇത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് 1 മിനിറ്റോളം സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ബ്രോക്കലിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രോക്കലിയൊക്കെ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും നഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ ക്രഞ്ചി ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് വൈസ് നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. മാക്സിമം 1 മിനിറ്റ് അത്ര തന്നെ മതി. ഇപ്പോൾ കണ്ടില്ലേ, ബ്രോക്കലി ഒന്ന് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഇത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മഷ്റൂം വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ചേർത്ത് കൊടുക്കുക. അതുപോലെ പനീർ താല്പര്യം ഉണ്ടെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് മുട്ടയാണ്. അപ്പോൾ മുട്ട ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അതായത് ഒന്നില്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ എടുക്കണ ബ്രോക്കലിക്ക് അനുസരിച്ച് മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ.
അതിനുശേഷം ഇത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ടയൊക്കെ പിന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരുമല്ലോ, ഒരുപാട് സമയമൊന്നും പിന്നെ ഇനി ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്, ചെറുതായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും കഴിക്കാം. അടിപൊളിയായിട്ട് തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിക്കനുസരിച്ച്, പുളി കൂടി പോകണ്ട. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എരിവ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രോക്കലി എഗ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ബ്രോക്കലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി